മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ സഹ്യാദ്രി പർവ്വതനിരകളുടെ ഭാഗമായി തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ മലനിരയാണ് ആഞ്ജനേരി. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഹനുമാന്റെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന ഈ പ്രദേശം ഭക്തികൊണ്ടും പ്രകൃതിഭംഗി കൊണ്ടും സഞ്ചാരികളെ ആകർഷിക്കുന്നു. നാസിക് അത്രയംബകേശ്വർ പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലനിരകൾക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1290 മീറ്റർ ഉയരമുണ്ട്. ഐതിഹ്യവും ചരിത്രവും ഈ മലനിരകളുടെ പേര് ഹനുമാന്റെ മാതാവായ അഞ്ജനദേവിയിൽ നിന്നാണ് ഉണ്ടായത്. അഞ്ജനദേവി പുത്രഭാഗ്യത്തിനായി ഇവിടെ തപസ് ചെയ്തുവെന്നും അതിന്റെ ഫലമായി ഹനുമാൻ ജനിച്ചുവെന്നുമാണ് പുരാണങ്ങൾ പറയുന്നത്. മലമുകളിൽ ഹനുമാൻ തന്റെ ബാല്യം ചെലവഴിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന നിരവധി അടയാളങ്ങൾ ഇന്നും കാണാം. ചരിത്രപരമായി നോക്കിയാൽ 11ാം നൂറ്റാണ്ടിലെ യാദവ രാജവംശത്തിന്റെ കാലത്തുള്ള നിരവധി ശില്പങ്ങളും ജൈന ഗുഹകളും മലയുടെ താഴെ ഭാഗത്തായി കാണാം. ഇത് ഈ പ്രദേശത്തിന്റെ പുരാതനമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. പ്രകൃതിഭംഗിയും ട്രെക്കിംഗും ആഞ്ജനേരിയിലെ പ്രധാന ആകർഷണം അവിടുത്തെ സാഹസികമായ ട്രെക്കിംഗ് പാതയാണ്. നാസിക്കിലെ ഏറ്റവും പ്രശസ്തമായ ട്രെക്കിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. താഴെ നിന്നുള്ള യാത്ര ആരംഭിക്കുമ്പോൾ ആദ്യം കാണുന്നത് മനോഹരമായ ജൈന ഗുഹകളാണ്. പാറയിൽ കൊത്തിയെടുത്ത ഈ രൂപങ്ങൾ പിന്നിട്ട് മുകളിലേക്ക് കയറുമ്പോൾ അഞ്ജന മാതാവിന്റെ ക്ഷേത്രത്തിലെത്താം. ട്രെക്കിംഗിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം മലമുകളിലെ വിശാലമായ പീഠഭൂമിയാണ്. മഴക്കാലത്ത് ഇവിടം പൂർണ്ണമായും പച്ചപ്പും മഞ്ഞും കൊണ്ട് മൂടപ്പെടും. ഹനുമാൻ സൂര്യനെ പിടിക്കാനായി കുതിച്ചുയർന്നപ്പോൾ ഉണ്ടായതെന്ന് പറയപ്പെടുന്ന ഒരു ഭീമാകാരമായ കാൽപാദത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഈ പീഠഭൂമിയിലെ പ്രധാന കാഴ്ചയാണ്. കാഴ്ചകളും വിശേഷങ്ങളും മലമുകളിലെത്തുമ്പോൾ പ്രകൃതി ഒരുക്കുന്ന വിസ്മയം വാക്കുകൾക്ക് അതീതമാണ്. ചുറ്റുമുള്ള നാസിക് നഗരത്തിന്റെയും അത്രയംബകേശ്വർ മലനിരകളുടെയും വിദൂര ദൃശ്യം ഇവിടെ നിന്ന് ആസ്വദിക്കാം. മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് ഹനുമാന്റെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഹനുമാനെ ഒരു കുഞ്ഞിന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപൂർവമായ സസ്യജാലങ്ങളും വന്യജീവികളും നിറഞ്ഞ ഈ പ്രദേശം ഒരു സംരക്ഷിത പ്രദേശം കൂടിയാണ്. വംശനാശഭീഷണി നേരിടുന്ന പലതരം കഴുകന്മാരെയും ഇവിടെ കാണാൻ സാധിക്കാറുണ്ട്. സന്ദർശകർക്കുള്ള നിർദ്ദേശം: മഴക്കാലത്താണ് ആഞ്ജനേരി അതിന്റെ പൂർണ്ണ സൗന്ദര്യത്തിലെത്തുന്നത്. വെള്ളച്ചാട്ടങ്ങളും കോടമഞ്ഞും നിറഞ്ഞ ആ അന്തരീക്ഷം സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത അനുഭവമായിരിക്കും. എങ്കിലും പാറകൾ നിറഞ്ഞ പാതയായതിനാൽ മഴസമയത്ത് കയറുമ്പോൾ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഹൃദ്യമായ കാലാവസ്ഥയും ആത്മീയമായ ശാന്തിയും ആഗ്രഹിക്കുന്നവർക്ക് ആഞ്ജനേരി ഒരു മികച്ച യാത്രാലക്ഷ്യസ്ഥാനമാണ്.